മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ കൈമാറിയ 178 വീടുകളിൽ ഒന്നിൽ താമസിക്കുന്ന അസീസ്ക നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഈ ഒരു വീടുകളെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അസീസ്ക, ഈ ദുരന്തബാധിതർക്ക് കൈമാറിയ വീടുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സർക്കാരിനെതിരെ പല ആക്ഷേപങ്ങളും മറ്റ് ചാനലുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ദുരന്തബാധിതർ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേരെ രംഗത്തിറക്കിയിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? യഥാർത്ഥത്തിൽ 172 പേർക്ക് നറുക്കെടുത്തിട്ട് ദുരിതബാധിതരെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഈ 178 പേർക്കും എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വന്നവരാണ് ഈ 178 പേരും. ഈ 178 പേർക്കും വീടും 7 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടും എഴുതി കൊടുത്തിട്ടുണ്ട്, കയ്യോടെ കൊടുത്തിട്ടുണ്ട്. അന്ന് നറുക്കെടുത്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നറുക്കെടുത്ത് അന്ന് തന്നെ അവരെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് നേരത്തെ തന്നത്. എല്ലാ പണിയും കഴിഞ്ഞേ ഗവൺമെന്റ് തരുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് നേരത്തെ വേണം. അത് അവർ പറഞ്ഞ ടൈമിന് തന്നെ ഞങ്ങൾക്ക് തരുകയും ചെയ്ത്, ചോദിച്ച പാടെ ഞങ്ങൾക്ക് തരുകയും ചെയ്ത്. അത് വേണ്ട മുറയ്ക്ക് തന്നെ ഇതിൻ്റെ പണി നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ആ മുറ പോലെ തന്നെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്ത് തന്നിട്ടുമുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ഞങ്ങൾ ഇനി 2 മാസത്തിനുള്ളിൽ പണിയൊക്കെ തീർന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് കയറും. എല്ലാവരും സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ദുരിതബാധിതർക്ക് ഇതിന് വർത്താനില്ലല്ലോ, ഞങ്ങൾ ആരോടൊന്നും പറയുന്നില്ലല്ലോ, കംപ്ലൈൻറ്റ് പറയുന്നില്ലല്ലോ. ഇതാരാ പറയുന്നത്, എന്താ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിതിൽ ഉത്തരവാദിയല്ല. ഞാൻ കഴുത്തോളം വെള്ളത്തിൽ കിടന്ന് അങ്ങ് പോയി തിരിച്ചു വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇത് തുടക്കം മുതലേ ഈ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ദിവസം പോലും ഞാൻ ഈ പണി തുടങ്ങിയപ്പോൾ ഒരു ദിവസം പോലും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല. രാവിലെ എണീച്ച് ഞാൻ ഇങ്ങോട്ടാണ് പോരുക. ഇത് തേയില പറിക്കുന്ന കാലം മുതൽ ഇത് സ്ഥലം വാങ്ങിയെടുത്ത് തുടങ്ങിയ നേരം മുതൽ തറക്കല്ലിടുന്ന നൂല് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ ഒരു കൃത്രിമവോ ഒരു കള്ളത്തരവോ ഒരു പാടും ഈ വീട്ടിലോ ഒന്നിലുമില്ല. അവർ പറഞ്ഞ ടൈപ്പിന് നമുക്ക് വീടും തന്ന് പറഞ്ഞ ടൈപ്പിന് പണി തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ പണിക്കാരായിക്കോട്ടെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇത് ആർക്കാണ് ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോഴെന്താണ് പിന്നെ ഇങ്ങനെ ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ രാഷ്ട്രീയത്തിന് മുതലെടുപ്പാണ്. ഇതിപ്പോ ഈ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ കരുതേക്കണം, മുഖ്യമന്ത്രിയെ കരുതേക്കാനുള്ള പരിപാടിയാണ്. അതെന്തായാലും ഞങ്ങൾ ദുരിതബാധിതർ എന്തായാലും ഞങ്ങൾ പറയില്ല, ഞങ്ങൾ ചെയ്യിപ്പിക്കൂല, ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഇതിന് ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ മുഖ്യമന്ത്രിനെയോ ഈ മന്ത്രിസഭയെ കുറ്റമില്ല, ഈ ഗവൺമെന്റിനെ കുറ്റം പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്ക് നല്ല എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് മെച്ചാണ്. ഞങ്ങൾ ഈ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇന്ന് വെള്ളം കുടിച്ച് പോണത്. ഞങ്ങൾക്ക് മാസം 25,000 രൂപ വരുന്നുണ്ട് ചെലവിന്. ഒരു ആൾക്ക് 2 പേർക്ക് 9,9 18 രൂപ വരുന്നുണ്ട്. 6,000 രൂപ വാടക തരുന്നുണ്ട്. 1,000 രൂപ കൂപ്പൺ തരുന്നുണ്ട്. ഇതിക്കുള്ളിൽ എന്ത് ചെയ്യാനാ? കഴിയുന്നത്രയും പരമാവധി സ്വന്തം കുടുംബത്തിനെ പോലെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഈ ഗവൺമെന്റ്. ഒരിക്കലും ഗവൺമെന്റിനെ ഒരു തൂക്കത്തിന് പോലും കുറ്റം പറയാൻ ഒരു അർഹതയില്ല ഒരു മനുഷ്യർക്കും. സത്യം ഞാൻ പറയുന്നത്, ഞാൻ എല്ലാം അനുഭവിച്ചു വന്നൊരു മനുഷ്യനാണ്. എനിക്ക് ധൈര്യത്തിൽ ഞാൻ പറയാം, എവിടെ വെച്ചും ഞാൻ പറയാം. ഞാനൊരു രാഷ്ട്രീയത്തിൽ തീരെ നിന്ന് കളിച്ചവനല്ല. എനിക്ക് തോന്നുന്നുണ്ട് ഇവര് തന്നെ നാടിന് ഗുണം ചെയ്യുള്ളൂ. അന്നത്തെ ഒരു ദുരന്ത സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. ശരിയല്ല, എന്നാൽ പോലും ഇതുവരെ ജീവിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ച്, അതായത് കഴിഞ്ഞ കാലങ്ങളിലെ ദുരന്തങ്ങളൊക്കെ കണ്ട ഒരാളാണ്. ഒരുപാട് ദുരന്തം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് 67 വയസ്സായി. ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ ഇത്രയും സഹകരണവും ഇത്രയും നല്ല ഒരു ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഇത്ര മുന്നോട്ട് ഇറങ്ങി വന്ന് ഇത്രയും കഷ്ടപ്പെട്ട ഒരു മന്ത്രിമാരും അത് ഈ ഗവൺമെന്റ് തന്നെ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ എനിക്ക് 67 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം തന്നെ കാണുന്നത്. ഈ ഗവൺമെന്റ് എത്ര സലാം കൊടുത്താലും മതിയാവില്ല. എത്ര സലാം കൊടുത്താലും മതിയാവില്ല. പിന്നെ ഇവരെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് അസൂയ മൂത്തിട്ട് പറയുന്നതെന്നല്ലാതെ ഇതിലൊന്നും പറയാനില്ല, തെറ്റ് പറയാനില്ല. അവർ ന്യായമായ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്കത് പ്രശ്നവുമല്ല. ഇപ്പോൾ രാജമിനിസ്റ്റർ വിളിച്ചാൽ വിളി കേട്ടിട്ട് ഞാൻ വിളിക്കുകയാണ്, അസീസാണ് നമ്മൾ ഇപ്പോൾ വരാമെന്ന് പറയും. അത്രയ്ക്കും ഇവിടുത്തെ കളക്ടർ ആയിക്കോട്ടെ എന്ത് നല്ല സ്വഭാവ ഈ ഞങ്ങളെ കാര്യത്തിൽ. ഏത് രാത്രി വിളിച്ചാൽ എന്ത് കാര്യം, നിങ്ങൾക്ക് എന്താ വീട് വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ദുരിതബാധിതരാണ്, ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് വീട് വേണം. ശരി, നമുക്ക് ആലോചിക്കാം, ഗവൺമെൻറ്റായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പം തന്നെ അവർ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് എഴുതി, അപ്പം തന്നെ അതിൻ്റെ മറുപടി വന്നു, ശരി നിങ്ങൾക്ക് ആദ്യം നറുക്കെടുത്ത് തരാം. ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. എവിടെ പണി പൂർത്തിയില്ല? എൻ്റെ വീടിൻ്റെ പുള്ളി ഇത് കണ്ടില്ല? നിങ്ങൾ ക്യാമറ എടുക്കി ഇത് കണ്ടിട്ട് പറയും, പുറലോകം അറിയട്ടെ. ഞാൻ പറയാം എൻ്റെ വീടിൻ്റെ പൂർത്തിയായി, എല്ലാവരും കൂടി ആകട്ടെ എന്ന് ഓർത്തിട്ടില്ല കാത്തിരിക്കും. ഇനി അവിടെ ഇവിടെയൊക്കെ കുറഞ്ഞ പണികളുണ്ട്,
അത് പൂർത്തിയാക്കിയിട്ട് എല്ലാവരും വന്നോളൂ. ഞങ്ങളെല്ലാവരും ജനങ്ങൾക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചു വരാനുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ മനസ്സിൽ. ആ, അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഞങ്ങൾക്കിപ്പോൾ നാളെ വേണമെങ്കിലും വരാം. പക്ഷെ എല്ലാവരും ഒന്നിച്ച് വന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് ആഘോഷത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. പരാതി പറഞ്ഞ് വരുന്നവരെ കുറിച്ച് അവരോട് എന്തൊക്കെ പറയാം? അവരോട് പരാതി പറയാൻ അവർക്ക് ഇത് ആവശ്യമില്ലാത്ത പരാതിയാണ്. അവരോട് പറയേണ്ട ആവശ്യമില്ല നമുക്ക്. അവരോട് എന്തു പറയാനാ? അവരിനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അത് സ്വാഭാവികം. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. അത് ജനനം മുതൽ അവരങ്ങനെ ചെയ്യുള്ളൂ. അവരിനി എന്ത് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചൂരൽമല ദുരന്തം പൊട്ടിയിട്ട് 4 കിലോമീറ്റർ അപ്പുറത്തുള്ളവർ വരെ പ്രശ്നങ്ങൾ ഇതുവരെ ഈ ചൂരൽമല ശരിക്കുള്ള മനുഷ്യന്മാർ വന്ന് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് ചില മനുഷ്യന്മാർ ഇതുപോലെ ഈ വീട് വന്ന് കണ്ടിട്ടില്ല, ഈ സ്ഥലം വന്ന് കണ്ടിട്ടില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല? നമ്മളോട് അസൂയപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ത് നമ്മൾ പറയണം? എന്താ അവർ പറയാം? അവർക്ക് കിട്ടി സന്തോഷത്തിൽ അവർ ജീവിക്കട്ടെ എന്നല്ല. ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് അവർ പറയാം. അവരോട് നമ്മൾ മിണ്ടാൻ പോയാൽ പറയും ഞങ്ങൾക്കും കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നാ പറയാ. ഒരേ മനുഷ്യന്മാർ പെടാത്തവര് പെട്ടവര് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് കൊല്ലിയിലുണ്ടെങ്കിലും ഞങ്ങൾ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരെന്ന് തെളിയിക്കപ്പെട്ടാൽ സെക്കൻഡിൽ കൊണ്ടുവന്ന് വീടും കൊടുക്കും, അവർക്ക് വേണ്ട സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഗവൺമെന്റ് എല്ലാവരും പറയുന്നുണ്ടല്ലോ, മന്ത്രിമാർ പറയുന്നുണ്ടല്ലോ. പെടാത്തവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് അനീതിയിൽ അപ്പൊ കമ്മീഷൻ വെച്ചിട്ടുണ്ട് ഗവൺമെന്റ്. അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചപ്പോൾ കമ്മീഷൻ പറയുന്ന പോലെ ചെയ്യും. കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഇത് ആർക്ക് കൊടുക്കണം, എന്ത് ചെയ്യണം. ഇപ്പോൾ വരുന്നവരൊക്കെ അർഹതപ്പെട്ട വരുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേ ആൾക്കാർ വന്നു. ഇപ്പോൾ ലീഗിൽ നിന്ന് കുറേ ആൾക്കാർ ഇതിപ്പോൾ പോയിട്ട് വീട് വേണ്ട, ഞങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഗവൺമെന്റ് വീട് മതി എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കൊടുക്കാന്നാ പറയുന്നത്. കൊടുക്കൂല, ഞങ്ങൾ തരാൻ പറ്റില്ല, നിങ്ങൾ പോയതല്ലേ എന്നൊന്നും വാശി പിടിക്കുന്നില്ല. ഈ ലീഗ് വീട് കൊടുത്ത ആളുകളെ അറിയോ? കുറെയൊക്കെ അറിയാം. എനിക്ക് അറിയപ്പെട്ടവരാ. ഇല്ല, തുടങ്ങിയിട്ടില്ല. ഇല്ലല്ല, തുടങ്ങി. എൻ്റെ അയൽവാസി വരെ അതിനകത്തുണ്ട്. തുടങ്ങിയിട്ടില്ല. അവർ വീട് കിട്ടി നമ്പർ പ്രകാരം അവിടെ ഉണ്ട്. അവർക്ക് വീട് താമസമായിട്ടില്ല. ഇല്ല, ഇതേപോലെ തന്നെ. ഇതേപോലെ തന്നെ ഗവൺമെന്റ് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞല്ലേ, ഞങ്ങളെ ഗവൺമെന്റ് സഹായിച്ച് ഞങ്ങൾ വേഗം ഗവൺമെന്റ് സപ്പോർട്ടാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറിയാം അതൊക്കെ. അവർ നല്ല സപ്പോർട്ടാണ് നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾ ഗവൺമെന്റ് അനുസരിച്ച് ഞങ്ങളും പോവുള്ളൂ. ഗവൺമെന്റ് എന്താ പറയുന്നത് അനുസരിച്ച് ഞങ്ങളും പോകുന്നു. അതനുസരിച്ച് മൂപ്പര് പോണത് കെട്ടിക്കൊണ്ട് അങ്ങനെയാണ് പോയത്. അവർ നല്ല സഹകരണമാണ് ഈ കാര്യം. പക്ഷേ നിങ്ങൾ ഈ വീടൊന്ന് ഫുള്ളായിട്ട് എടുത്തോളി. കണ്ടല്ലേ, എടുത്തോളി. ഒന്ന് ക്യാമറയിൽ പിടി. ജനങ്ങളൊന്ന് കാണട്ടെ അല്ലേ? ജനങ്ങൾ കാണാനുണ്ട്. ജനങ്ങൾ കണ്ടിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം എന്നോട് ചോദിക്കലുണ്ട്. ഇവിടെ ഞാൻ മുഖ്യവാറ് ദിവസങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഒരു മനുഷ്യൻ നല്ല വയറുനിറയെ ചോറും തന്ന് ഒരു മനുഷ്യനെ സഹായിക്കുന്ന സമയത്ത് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റൊരാൾക്ക് എന്റെ രാഷ്ട്രീയം, ഞാൻ പൊതുവേ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷെ നല്ലതേ പറയൂ, നല്ലതേ ചെയ്ത് പറയൂ, എന്നുണ പറയില്ല. ഞാനൊരു ചിന്താഗതി എൻ്റെ ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ്റെ മനസ്സ് അല്ലല്ല, പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഉള്ളത് എനിക്ക്. അതിപ്പോ ഞാൻ ഈ ദുരന്തം നടന്നപ്പോൾ ഞാനൊരു രാഷ്ട്രീയമല്ല. 178 വീടുകളിൽ ഒന്ന് കിട്ടിയ അസീസ്കയാണ് നമ്മളോട് സംസാരിച്ചത്. ഇവരൊക്കെ തന്നെ ദുരന്തബാധിതരായ എല്ലാവരും സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വീടടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സംതൃപ്തരാണ്. എന്നാൽ അസീസ്ക പറയുന്നത് പുറത്തു നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതായത് ദുരന്ത ബാധിതരല്ലാത്ത ആളുകൾ, ഇതിനെ ബാധിക്കാത്ത ഈ ലിസ്റ്റിലൊന്നും ഉൾപ്പെടാത്ത ആളുകളാണ് സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളിലും രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം ടൗൺഷിപ്പിൽ നിന്നും PB ജോഷില.